നമസ്കാരം. നിലവിൽ ബംഗ്ലാദേശിൽ കലാപം കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് ഹസീന, അതായത് ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ നിന്നും ബംഗ്ലാദേശിന്റെ എയർഫോഴ്സിന്റെ വിമാനത്തിൽ രക്ഷപ്പെട്ട് ഇന്ത്യയിലേക്ക് എത്തി അഭയം തേടി. ഇന്ത്യ ഇരു കൈയും നീട്ടി ഷെയ്ഖ് ഹസീനയെ സ്വീകരിച്ച് സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലുള്ളത്. ബംഗ്ലാദേശിൽ ഇപ്പോൾ നിയുക്ത പ്രധാനമന്ത്രി, അതായത് ഇടക്കാലമായി പുതിയൊരു പ്രധാനമന്ത്രി, മുൻ നോബൽ സമ്മാന ജേതാവായ ഒരു പ്രധാനമന്ത്രി തന്നെയാണ് ഇപ്പോൾ അധികാരം ഏറ്റിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് തന്നെ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷായും ശക്തമായ നിർദ്ദേശങ്ങൾ, ശക്തമായ താക്കീതുകൾ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിക്ക് തന്നെ നൽകിയിട്ടുണ്ട്. ബംഗ്ലാദേശിൽ ഇപ്പോൾ ജയിലുകളെല്ലാം തകർത്ത് വലിയ തോതിൽ തീവ്രവാദികൾ ഉൾപ്പെടെയുള്ള വലിയ തോതിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവർക്ക് ഇപ്പോൾ പുറത്തെത്തിയ സാഹചര്യത്തിൽ ബംഗ്ലാദേശിൽ കലാപം ആളിക്കത്തുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിലവിൽ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ പ്രത്യേക സമിതിയെ തന്നെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു ഉന്നതതല സമിതിക്ക് തന്നെയാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. BSF ഈസ്റ്റേൺ കമാൻഡന്റ് ADG ആകും സമിതിക്ക് നേതൃത്വം നൽകുന്നത്. ബംഗ്ലാദേശിലെ ഇന്ത്യക്കാരുടെയും ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്താൻ ഈ സമിതി ബംഗ്ലാദേശ് അധികൃതരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് സമൂഹ മാധ്യമമായ എക്സിലൂടെ ഇക്കാര്യം പങ്കുവച്ചിരിക്കുന്നത്. ബംഗ്ലാദേശ് അധികൃതരുമായി സമിതി ആശയവിനിമയം നടത്തുമെന്നും ബംഗ്ലാദേശിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സുരക്ഷ നിലവിൽ ശക്തമാക്കിയിട്ടുണ്ട്. 1200ഓളം വരുന്ന തീവ്രവാദികൾ അടക്കമുള്ള കുറ്റവാളികൾ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ അതിർത്തി സുരക്ഷാ സേനയ്ക്ക് റിപ്പോർട്ട് നൽകുകയുണ്ടായി. ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സുരക്ഷ കർശനമാക്കിയിരിക്കുന്നത്. ഇവർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള സാധ്യത ഉണ്ടെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അത് ദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണമൊക്കെ അതീവ ഗൗരവമായിട്ടാണ് കേന്ദ്രം നോക്കിക്കാണുന്നത്. ജമാഅത്ത് ഇസ്ലാം ഉൾപ്പെടെ വലിയ രീതിയിൽ ബംഗ്ലാദേശ് മുഴുവനായി അവർ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. നല്ല രീതിയിൽ പാകിസ്ഥാനിൽ നിന്ന് ഉൾപ്പെടെ അവർ ആക്രമണത്തിനുള്ള ആയുധവും പണവും എത്തുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നുമൊക്കെ അവർക്ക് വലിയ രീതിയിൽ ഒരു പണം എത്തുന്നുണ്ട്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം ഒന്നും നടന്നിട്ടില്ല എന്ന് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെയും ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെയും ഒരു ആക്രമണം നടന്നിട്ടുണ്ട് എന്നത് ചില മാധ്യമങ്ങൾ നിഷ്പക്ഷമായി തന്നെ അവർ തന്നെ പറയുന്നുണ്ട്. ബംഗ്ലാദേശിൽ എന്താണ് സംഭവിക്കുന്നതെന്നും അവിടെ എന്തൊക്കെയാണ് ആക്രമണങ്ങൾക്ക് ഇരയാകുന്നത്, ആരാണ് ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്നടക്കം ചില മുഖ്യധാരാ മാധ്യമങ്ങൾ വ്യക്തമായി തന്നെ തുറന്നു കാട്ടുന്നുണ്ട്. ബംഗ്ലാദേശിൽ ഒരു വലിയ ഇടപെടൽ ഇന്നലെ രാവിലെയോടെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് വേണം എടുത്തു പറയാൻ. മോദി നേരിട്ട് രാവിലെ തന്നെ ബംഗ്ലാദേശിലെ ചുമതലയേറ്റ ഇടക്കാല സർക്കാരായ പ്രൊഫസർ മുഹമ്മദ് യൂനുസിനെ ഫോണിൽ നേരിട്ട് വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ബംഗ്ലാദേശിൽ നിലനിൽക്കുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് രാജ്യാന്തര അതിർത്തിയിൽ BSF സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. അതിർത്തികളിൽ ഔട്ട് പോസ്റ്റുകളിലെ സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാര്യക്ഷമമായ നിരീക്ഷണം ഉറപ്പാക്കാൻ എല്ലാ നിരീക്ഷണ ഉപകരണങ്ങളും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കൂച്ച് ബഹ്റാനിലെ മതംബങ്കയിൽ 169 ബറ്റാലിയനിലെ BSF ഉദ്യോഗസ്ഥർ ചെറിയ മഴയെ അവഗണിച്ച് രാത്രിയും പെട്രോളിംഗ് കർശനമായി തന്നെ നടത്തുന്നുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ BSF ഈസ്റ്റേൺ കമാൻഡിന്റെ അഡീഷണൽ ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിൽ ആഭ്യന്തര മുൻ മന്ത്രാലയം ഒരു കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഈസ്റ്റേൺ കമാൻഡിലെ BSF അഡീഷണൽ ഡയറക്ടർ ജനറലാണ് അഞ്ചംഗ സമിതിയുടെ ചെയർമാൻ. ഇന്ത്യൻ പൗരന്മാരുടെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി മേൽപ്പറഞ്ഞ കമ്മിറ്റി ബംഗ്ലാദേശിൽ തങ്ങളുടെ അധികാരികളുമായി ആശയവിനിമയം നടത്തുമെന്നും ഓഫീസ് മെമ്മോറാണ്ടം വ്യക്തമാക്കിയിട്ടുണ്ട്. 4096 കിലോമീറ്റർ അതിർത്തിയാണ് ഇന്ത്യയും ബംഗ്ലാദേശും ബന്ധപ്പെടുന്നത്. അതായത് അത്രയും ഉണ്ട് അവരുടെ അതിർത്തിയുടെ ഒരു വിസ്തീർണം എന്ന് പറഞ്ഞാൽ. അതായത് ബംഗ്ലാദേശിൽ ഓരോ ദിവസം ചെല്ലുന്നതോറും സ്ഥിതിഗതികൾ അതീവ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയായ റാഡ്ക്ലിഫിൽ ശക്തമായ ഒരു സുരക്ഷ തന്നെ ഇന്ത്യയുടെ BSFും അതുപോലെ തന്നെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും ഇന്ത്യൻ ആർമിയും ഒരുക്കുന്നത്. അജിത് ഡോവൽ ഉൾപ്പെടെ അമിത്ഷായും നരേന്ദ്രമോദിയും അജിത് ഡോവലും വിദേശകാര്യമന്ത്രി ജയശങ്കർ ഉൾപ്പെടെ ഓരോ നിമിഷവും ബംഗ്ലാദേശിന്റെ സ്ഥിതിഗതികൾ കർശനമായി തന്നെ വിലയിരുത്തുന്നുണ്ട്. അതിന് മോണിറ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയാണ് BSFന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥ സമിതിയായിട്ട് ഒരു ഉന്നതകാര സമിതി. ഇതെല്ലാം ബംഗ്ലാദേശിന്റെ സംഭവങ്ങൾ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയാണ് BSFന്റെ തന്നെ ഒരു ഉന്നത സമിതിയെ തന്നെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടതുണ്ട്.